ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ CS-ഉം രൂപയും താരയുടെ ഓരോ അവസ്ഥകളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ രണ്ടുപേരോട് പറയുന്നുണ്ട്, എന്തേലും ആട്ടടോ, ലോകം ഇങ്ങനെയൊക്കെയാണ്, ഒന്നെങ്കിൽ രോഗം അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും CS അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രൂപ വയ്ക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നാൽ പിള്ളേരോടൊക്കെ ഒരു ട്രിപ്പ് പോകുന്നതെന്ന് ചോദിക്കും. പറയുന്നുണ്ട്, താൻ പറഞ്ഞാൽ മതി, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് CS അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ സരിയുമായി മാല നോക്കിയിരിക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോക്ക് ഈ മാല നല്ലപോലെ ചേരുന്നുണ്ടെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയാം, നമുക്ക് ഈ മാല ഇട്ടുകൊണ്ടൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയാലോ, എല്ലാവരെയും ഒന്ന് കാണിക്കണ്ടേ, അവരെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സരിയ പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ വേണ്ടി പോകണോ, അതും ഭയങ്കര വെയിലാന്ന് പറയാം, വെയിലൊക്കെ ഇറങ്ങി വാ മോളെ, നമുക്ക് പോവാം. എന്നിട്ട് മനുമോനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും സരി പറയുന്നുണ്ട്, പോവാം അമ്മേ, പക്ഷേ അച്ഛനെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ പറ്റുമോ, അമ്മ ഒന്ന് ഓക്കെ ആവുന്നോളം വരെ ഇവിടെ നിൽക്കുവാണെങ്കിൽ എന്നുള്ള രീതി പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരിക്ക് ദേഷ്യം വരുവാണ്. ശാരി പറയുന്നുണ്ട്, ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ഒന്നും നിൽക്കുകയല്ല, എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ്, ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളും ആ മനുഷ്യനെ വെറുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ ആൻറ്റിയൊക്കെ പാവാ, പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് കൂടുതലൊന്നും, മോൾ എന്നോടൊന്നും കുത്തി ചോദിക്കുകയും ചെയ്യരുത്, അമ്മ പറയുന്ന മോൾ വിശ്വസിക്കുക, എന്തായാലും വാ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് സരയുവിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് താര അപ്പുറേ കല്യാണിയുടെ ഉണ്ട്. താരയെ കൂട്ടിക്കൊണ്ട് കല്യാണി ഇറങ്ങി വരുവാണ് കേട്ടോ, മാല ഇട്ടേക്കുന്നത് കാണാൻ വേണ്ടി. അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, ഇന്ന് പിറന്നാൾ സമ്മാനം കിട്ടിയ മാലയാണോ കഴുത്തേ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും സരയുവിന് ദേഷ്യം വരുന്നുണ്ട്, അതെ നിനക്കെന്താ കുഴപ്പം, എനിക്ക് തരാൻ എൻ്റെ അമ്മയുണ്ട്, അല്ല വഴിയെ പോകുന്നവരൊന്നും അല്ല തരുന്നേ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, നടക്കാൻ ഇറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതെയായിരുന്നു, പക്ഷേ ഇവരുടെ മുഖം താരയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇവരുടെ മുഖം കണ്ടിട്ട് ഇറങ്ങുന്നതിലും ഭേദം പട്ടി പുഴുത്ത് കിടക്കുന്ന കണ്ടിട്ട് ഇറങ്ങുന്ന അത്രയ്ക്ക് ഗതികെട്ട ഇവരുടെ മുഖം എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ഓരോന്നിവർ പരസ്പരം പറഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് കല്യാണിക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, നിനക്ക് ഉള്ളതൊക്കെ ഇല്ലാത്തതെന്നുള്ള രീതിയിൽ തന്നെ നീ ഓർത്താൽ മതി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും തിരിച്ച് സരയോന് ദേഷ്യം വരുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എനിക്കല്ല ഇല്ലാത്തത്, നിനക്കല്ലേ നിൻ്റെ അച്ഛൻ പോലും നിന്നെ തള്ളിക്കളഞ്ഞേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പ്രശ്നങ്ങൾ കൈവിട്ട് തുടങ്ങുമ്പോൾ ശാരി സരയോനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. താരയോട് എന്നിട്ട് കല്യാണി പറയുന്നുണ്ട്, അമ്മ ഇനി അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നാലും അമ്മ ഓർക്കുന്ന ഒരു മകളായിരിക്കുമല്ലോ അവൾ എന്നോർത്ത് വേണം അമ്മ ഇരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രകാശം വന്ന് കാർത്തികയോട് പറയുന്നുണ്ട്, മോളെ നാളെ അവൻ്റെ റിമാൻഡിൻ്റെ കാലാവധി കഴിയും, കല്യാണിയൊക്കെ വരുമായിരിക്കും, അവളിനി അല്ലെങ്കിൽ വലിയ വക്കീലിനെ കൊണ്ടൊക്കെ വരുമെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അന്ന് കല്യാണി വാദിച്ചത് സ്വന്തം പുള്ളിക്കാരിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടാണ്, ഇനിയിപ്പോൾ കല്യാണി വരാനൊന്നും ചാൻസില്ല, ഇതിന് വക്കീലിനെ കൊണ്ടുവരുമായിരിക്കും, പക്ഷേ നമ്മുടെ കയ്യിലാണോ കാശില്ലാത്തത്, നമ്മൾ അതിലും വലിയ വക്കീലിനെ കൊണ്ടുവന്ന് എന്തായാലും വിക്രത്തിനെ നാളെ പുറത്തിറക്കും എന്നൊക്കെ പ്രകാശന് വാക്ക് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കേട്ട് പ്രകാശം ഭയങ്കര തുള്ളിച്ചാടി അവിടുന്ന് പോവാണ്. എന്നിട്ട് കാർത്തിക മനസ്സിൽ പറയുന്നുണ്ട്, അവനെ വെളിയിൽ കിട്ടിയിട്ട് വേണം എനിക്ക് അവനെ വലിച്ചഴയ്ക്കാമെന്നൊക്കെ കേട്ടോ. അത് കഴിയുമ്പോൾ രാത്രിയിൽ കിരണും കല്യാണിയും സംസാരിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞാനെന്തായാലും ഇനി പോകേണ്ട കാര്യമില്ല, എനിക്കെതിരെയുള്ള കേസ് വന്നുകൊണ്ടാണ് ഞാൻ വാദിച്ചത്, ഇനിയിപ്പം വക്കീലിനെയും വെക്കണ്ട, മുമ്പോട്ടൊന്നും വേണ്ടെന്ന് സോണിയും പറയുന്നത്, കൂടുതൽ പ്രശ്നങ്ങളാക്കേണ്ടെന്ന് എനിക്കും അത് തന്നെയാണ് തോന്നുന്നതെന്ന് പറയുവാണ് കേട്ടോ കിരണും. എന്നിട്ട് കിരൺ പറയുവാണ്, എന്തായാലും അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടി, പിന്നെ നിന്നെ അംഗീകരിക്കാത്ത നിൻ്റെ അച്ഛൻ മാത്രമാണെന്ന് പറയുമ്പോൾ കല്യാണി കിരണെ കെട്ടിപ്പിടിച്ചിട്ട് വരുന്നുണ്ട്, അതിനെന്താ കിരണേന്നില്ല എനിക്ക് കൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അവർ രണ്ടും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ പുറത്തിറക്കിക്കൊണ്ട് വരുവാണ് കാർത്തിക. വിക്രത്തിനെ കണ്ട മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അവിടെ വീട്ടിലെത്തിക്കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, ഇനിയിപ്പം ഒന്നും പേടിക്കാനില്ല, വിക്രത്തിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് ഞാൻ നോക്കിക്കോളാം, ഇനി ആരും അവനെതിരെ വരുകയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശിക്കും പ്രകാശനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. വിക്രം മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രകാശം പറയുന്നുണ്ട്, ഇനി വേണമേ നമുക്കൊന്ന് തുടങ്ങാൻ, ഒരു സ്റ്റെപ്പ് പോലും പിഴയ്ക്കാതെ നമുക്കിനി കുറേ നീക്കങ്ങൾ നടത്താനുണ്ടെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് കാർത്തിക പറയുവാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് ഇവരൊക്കെ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.